ഹലോ, ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് പെർമനൻ്റ് ആയിട്ട് സ്കിൻ വൈറ്റനിങ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ഹോം റെമഡിയാണ് കേട്ടോ. ഇത് ഉറപ്പായിട്ടും എല്ലാവർക്കും റിസൾട്ട് കിട്ടും. പക്ഷേ റിസൾട്ട് കിട്ടുന്ന കാര്യത്തിൽ ചിലപ്പം ചിലർക്ക് ലേറ്റ് ആയിട്ടായിരിക്കും കിട്ടുക, ചിലർക്ക് ഫാസ്റ്റ് ആയിട്ട് കിട്ടും. അത് ഓരോരുത്തരുടെ സ്കിൻ ടൈപ്പ് അനുസരിച്ചിരിക്കും കേട്ടോ. പക്ഷേ നമുക്ക് ഇത് നല്ലൊരു റിസൾട്ടാണ് ഒരുപാട് പേർക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കാന്നുള്ളത് ഞാൻ വീഡിയോയിലൂടെ കാണിച്ചു തരാം. അപ്പോൾ അതിന് മുന്നേ എനിക്ക് കിട്ടിയ റിസൾട്ട് എന്തെന്നാന്നുള്ളതും വീഡിയോൻ്റെ ലാസ്റ്റ് മാത്രമേ ഞാൻ കാണിച്ചു തരുന്നുള്ളൂ. അപ്പോൾ അത് കണ്ടിട്ട് നിങ്ങൾ ഓക്കെ ആണെങ്കിൽ മാത്രം നിങ്ങൾക്കിത് ട്രൈ ചെയ്യാം. വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ഫേസ് പാക്കാണ് കേട്ടോ. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ദയവേദൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ നമ്മുടെ ആദ്യത്തെ സാധനം എന്ന് പറയുന്നത് ഒരു പൊട്ടാറ്റോ ആണ് കേട്ടോ, ഉരുളക്കിഴങ്ങിനെ നമുക്ക് ഇതേപോലെ ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം. ഇനി ഇതുപോലത്തെ ഗ്രേറ്റ് ചെയ്യുന്ന സാധനം നിങ്ങളുടെ അടുത്തില്ലെങ്കിൽ ഒരു കുഴപ്പമില്ല. നിങ്ങൾ ഇതിനെ ചെറിയൊരു പീസസ് ആക്കിയിട്ട് നമ്മുടെ മിക്സിയുടെ ചെറിയ ജാറുണ്ടല്ലോ, ഇഞ്ചി വെളുത്തുള്ളി എല്ലാം ചതക്കുന്ന ആ ഒരു ജാറിൽ ജസ്റ്റ് 2 ക്രഷ് ചെയ്യുക. അതിനുശേഷം നമുക്ക് എടുത്ത് വെക്കാവുന്നതാണ്. നമുക്കിതിൻ്റെ നീരാണ് വേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെറുതായിട്ട് എടുക്കുന്നത്. അങ്ങനെ ചെയ്തെടുത്താൽ മാത്രം നമുക്കിതിൻ്റെ നീര് കിട്ടും. അതായത് പൊട്ടറ്റോൻ്റെ ആ ഒരു നീരുണ്ടല്ലോ, അതാണ് നമുക്ക് മെയിനായിട്ട് ഇതിൽ വേണ്ടത്. ഈ പൊട്ടാറ്റോ എന്ന് പറയുന്നത് നമ്മുടെ സ്കിന്ന് ലൈറ്റൻ ചെയ്യാൻ വളരെയധികം സഹായിക്കുന്ന നല്ലൊരു പവർഫുൾ സാധനം എന്ന് വേണമെങ്കിൽ തന്നെ പറയാം. നമുക്ക് വെയിൽ കൊണ്ടിട്ടുണ്ടാകുന്ന കറുത്ത പാട്, അതുപോലെ തന്നെ ചിലരുടെ മുഖത്ത് അവിടെ ഇവിടങ്ങളിലായിട്ട് ചെറിയ ഇങ്ങനെ കറുത്ത ഒരു നിറം ഉണ്ടാവും. അതൊക്കെ പോകാൻ വേണ്ടിയിട്ട് സ്കിന്നിന് ഒരേപോലെയുള്ള നിറം നൽകാൻ സഹായിക്കുന്ന നല്ലൊരു സാധനമാണ് നമ്മുടെ ഈ പൊട്ടാറ്റോ എന്ന് പറയുന്നത്. ഈ പൊട്ടാറ്റോ അധികവും അലർജി ഉണ്ടാക്കാത്ത ഒരു സാധനമാണ്. ഈ ചെറുനാരങ്ങ ചിലർക്ക് മുഖത്ത് പറ്റായിക ഉണ്ടാവും. പക്ഷേ പൊട്ടാറ്റോ അങ്ങനെ വലിയ പ്രശ്നം ഇതുവരെ ആരും പറഞ്ഞതായിട്ടില്ല. അപ്പോൾ ഞാനിതാ ഒരു വലിയ പൊട്ടാറ്റോ തന്നെയാണ് എടുത്തത്. അതിൻ്റെ നീര് ഞാൻ പിഴിഞ്ഞെടുക്കുകയാണ്. കണ്ടോ, ഇത് നമ്മൾ ഇങ്ങനെ ഗ്രേറ്റ് ചെയ്തെടുത്താൽ നമുക്കിതിൻ്റെ നീര് ഇതേപോലെ നന്നായി പിഴിഞ്ഞെടുക്കാൻ പറ്റും. അല്ലാണ്ട് കട്ട് ചെയ്താലൊന്നും നമുക്കങ്ങനെ കിട്ടൂല. അതുകൊണ്ടാണ് ഞാനിങ്ങനെ ചെയ്തെടുക്കാൻ പറഞ്ഞത്. നിങ്ങളുടെ അടുത്ത് ഞാൻ പറഞ്ഞല്ലോ, ഗ്രേറ്റർ ഇല്ലെങ്കിൽ ഒരു കുഴപ്പമില്ല, മിക്സിയുടെ ജാറിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തിട്ട് ഇതേപോലെ ഇതിൻ്റെ നീര് പിഴിഞ്ഞെടുത്താൽ മതി. ഇതൊരു 4 ടേബിൾ സ്പൂണോളം നീരുണ്ടാകും കേട്ടോ. നമ്മുടെ മുഖത്തും കഴുത്തിലും കംപ്ലീറ്റ് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഇത്ര മതിയാവും. അപ്പോൾ ഞാനിതാ നമ്മുടെ പൊട്ടാറ്റോൻ്റെ നീരെടുത്തിട്ടുണ്ട്. പിന്നെ എൻ്റെ ക്യാമറ ഓഫായി പോയതാണ് കേട്ടോ. 2 ടീസ്പൂണ് കോഫി പൗഡറാണ് ഞാനിപ്പോൾ ഇതിൽ ആഡ് ചെയ്ത് കൊടുത്തത്. ഈ സ്പൂണിൽ 2 ടീസ്പൂണ് കോഫി പൗഡർ നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം. എന്നിട്ട് അത് ആ പൊട്ടാറ്റോ നീരുമായിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. നന്നായി അലിഞ്ഞ് ചേരണം. ഇതിലേക്ക് 1 ടീസ്പൂണോളം ഷുഗറും ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഷുഗറും നന്നായിട്ട് അതിൽ മിക്സ് ആവണം, അത് നന്നായി അലിയണം. ഇതിലേക്ക് 1 ടീസ്പൂണോളം കോൺഫ്ലോറും കൂടി ഇട്ടിട്ട് ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. കോൺഫ്ലോറിൻ്റെ അളവ് എന്ന് പറയുന്നത് നമ്മളെ മുഖത്ത് ഈ ഒരു പാക്ക് അപ്ലൈ ചെയ്താൽ നല്ല സ്റ്റിക്കായിട്ട് നിൽക്കുന്ന പരുവം കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കോൺഫ്ലോർ യൂസ് ചെയ്യുന്നത്. അപ്പം ഞാനിവിടെ 2 ടീസ്പൂണോളം കോൺഫ്ലോർ ആഡ് ചെയ്തപ്പോൾ എനിക്ക് കറക്റ്റ് കൺസിസ്റ്റൻസി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ കോൺഫ്ലോറിൻ്റെ അളവ് നിങ്ങൾ അതിനനുസരിച്ചിട്ട് എടുക്കുക. ഇനി കോൺഫ്ലോർ ഇല്ലാത്തവരാണെങ്കിൽ നിങ്ങൾക്ക് അതിന് പകരം അരിപ്പൊടി യൂസ് ചെയ്യാം, എല്ലാന്നാണെങ്കിൽ കടലപ്പൊടിയും യൂസ് ചെയ്യാം. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. നന്നായിട്ട് തന്നെ മിക്സായി കിട്ടണം, അല്ലെങ്കിൽ അവിടെ എവിടെയായിട്ട് കട്ട കെട്ടിക്കിടക്കും, കോൺഫ്ലോറിൻ്റെ കട്ട കെട്ടിക്കിടക്കും. അപ്പോൾ ഇതാ ഞാനിത് നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അധികം കട്ടിയായി പോകാനും പാടില്ല, അധികം ലൂസായി പോകാനും പാടില്ല. ഇത് കോഫി ആയതുകൊണ്ട് തന്നെ ഒരു ചോക്ലേറ്റ് മെൽറ്റ് ചെയ്ത പോലെ ഉണ്ടാവും. അപ്പോൾ അത് നമ്മുടെ ഫേസിലേക്ക് നന്നായി അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റൂല, കട്ടിയായി പോയാൽ. അപ്പോൾ അതിനനുസരിച്ചിട്ട് നമുക്ക് തേക്കാൻ പറ്റുന്ന രീതിക്കുള്ള ഒരു കൺസിസ്റ്റൻസിയിൽ നമ്മൾ തയ്യാറാക്കിയെടുക്കണം. ഇതിപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ മുഖം നന്നായി കഴുകി വൃത്തിയാക്കിയതിന് ശേഷമാണ് നമ്മളിത് അപ്ലൈ ചെയ്യേണ്ടത്. അപ്പോൾ ഞാനിത് കയ്യിലേക്ക് അപ്ലൈ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്കിത് ശരീരത്തിലും മുഖത്തും എല്ലാം അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ നന്നായിട്ട് തന്നെ 2 മിനിറ്റ് സർക്കുലർ മോഷനിൽ നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കണം. പിന്നെ എന്നും പറയുന്നത് പോലെ അപ്ലൈ ചെയ്യുമ്പോൾ ഇപ്പോൾ മുഖം താഴെ നിന്ന് മേലോട്ടേക്കാണ് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ നമ്മുടെ സ്കിന്ന് തൂങ്ങിപ്പോവും. അപ്പോൾ ഞാനിത് നന്നായിട്ട് തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങളുടെ കൺസിസ്റ്റൻസി ശരിയല്ല എന്നാണെങ്കിൽ ഇത് നമുക്ക് ശരിക്കും അങ്ങോട്ടേക്ക് സർക്കുലർ മോഷനിൽ അപ്ലൈ ചെയ്തെടുക്കാൻ പറ്റില്ല. നമുക്കൊരു ഒരു ബലം പിടിക്കേണ്ടി പോലെ വരും. അങ്ങനെ ഉണ്ടാകുന്ന സമയമാണെങ്കിൽ നിങ്ങൾ ഈ പൊട്ടാറ്റോ നീര് കുറച്ചും കൂടി കൂടുതൽ ആഡ് ചെയ്ത് കൊടുത്തിട്ട് അത് ശരിയാക്കി എടുക്കണം കേട്ടോ. വേറൊന്നും ആഡ് ചെയ്യരുത്, പൊട്ടാറ്റോ നീര് തന്നെ ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാനിതാ നന്നായിട്ട് അപ്ലൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നല്ലോണം തന്നെ ഡ്രൈ ആവണം. ഇത് പെട്ടെന്ന് തന്നെ ഡ്രൈ ആയി കിട്ടും കേട്ടോ. ഒരു 10-12 മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ ഇത് ഡ്രൈ ആയി കിട്ടും. ഡ്രൈ ആയതിനു ശേഷം നമുക്കിത് കഴുകിയെടുക്കാം.
അപ്പോൾ ഇവിടെ ഇതാ ഇത് നന്നായി ഡ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. ഇതേപോലെയാണ് ഡ്രൈ ആയാലുണ്ടാകുക, ഒരു വലിഞ്ഞ് പിടിക്കുന്ന പോലെ ഉണ്ടാവും. ഇത് നമ്മൾ ഇതേപോലെ തന്നെ നേരത്തെ നമ്മൾ അപ്ലൈ ചെയ്ത അതേ രീതിയിൽ തന്നെ ഇത് റിമൂവും ചെയ്തെടുക്കണം. വെള്ളത്തിലേക്ക് ഇട്ടിട്ട് ജസ്റ്റ് ഇങ്ങനെ അതേപോലെ നല്ലോണം മസാജ് ചെയ്ത് ഈ മസാജ് കൊടുക്കുന്നതിന് അത്രയും നമുക്ക് റിസൾട്ട് കിട്ടും കേട്ടോ. നമ്മളെ ബ്ലഡ് സർക്കുലേഷൻ ഇൻക്രീസ് ചെയ്യാൻ വളരെ നല്ലതാണ് ഇങ്ങനെ സർക്കുലർ മോഷനിൽ നമ്മളിങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഞാനിത് നന്നായിട്ട് മസാജ് ചെയ്ത് കൊണ്ട് തന്നെയാണ് റിമൂവ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒറ്റ യൂസിൽ ഞാൻ ഫസ്റ്റ് യൂസ് ചെയ്ത റിസൾട്ടാണ് ഞാനിപ്പോൾ നിങ്ങൾക്ക് ലൈവായിട്ട് കാണിച്ചു തരാൻ പോകുന്നത്. കയ്യിൽ കിട്ടുന്നതിനേക്കാളും അടിപൊളി റിസൾട്ടാണ് മുഖത്തുള്ളത്. പിന്നെ വേറൊരു ഇതിൻ്റെ ഒരു പ്രത്യേകത ഞാൻ ശ്രദ്ധിച്ചത് എന്താണെന്ന് വെച്ചാൽ നമ്മളിത് റിമൂവ് ചെയ്യുമ്പോൾ നമ്മൾ സോപ്പ്, ഫേസ് വാഷ് അങ്ങനെയുള്ള സാധനം ഒന്നും യൂസ് ചെയ്യരുത്. വെറും വെള്ളത്തിൽ നമ്മളിത് റിമൂവ് ചെയ്തെടുക്കണം. റിമൂവ് ചെയ്തെടുത്തപാട് നമുക്കൊരു ഗ്ലോ ഉണ്ടാവും. പിന്നീട് കുറച്ച് നേരം കഴിയുന്നേരം ആ ഒരു ഗ്ലോ കുറച്ചും കൂടി കൂടിയതുപോലെ എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ. അത് എൻ്റെ സ്കിന്നിൻ്റെ ഇതാണോ എന്ന് എനിക്കറിയില്ല. അപ്പോൾ നിങ്ങളതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഞാനിത് നന്നായി തുടച്ചെടുത്തിട്ടുണ്ട്. ഇനി എൻ്റെ രണ്ട് കൈയും തമ്മിലുള്ള ഡിഫറൻസ് ഞാൻ കാണിച്ചു തരാം, എത്രത്തോളം ഡിഫറൻസ് ഉണ്ട് എന്നുള്ളത്. എന്ത് രസമെന്നറിയാം, ഇത് പിന്നെ നമ്മൾ റിമൂവ് ചെയ്തെടുത്ത ഉടനെ നമുക്കെന്തോ ഒരു സന്തോഷം തോന്നും മുഖം കാണുന്നേരം. അത്രയും ഗ്ലോ ഉണ്ടാവും. കണ്ടോ എത്ര മാറ്റമുണ്ട്. എൻ്റെ രണ്ട് കൈയും തമ്മിൽ ഒറ്റ യൂസിൽ കിട്ടിയ ഡിഫറൻസ് ആണിത്. ഇതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ ഇത് കോഫിയും പൊട്ടാറ്റോ നീരും ആയതുകൊണ്ടുള്ള ആ ഒരു പവറാണ് ഇതിൽ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ പലതരത്തിലുള്ള സ്കിൻ ടൈപ്പ് കാറുണ്ട് കേട്ടോ. അപ്പോൾ ഓരോരുത്തരുടെ സ്കിന്നിന് എത്രത്തോളം ഇത് എഫക്റ്റീവ് ആണെന്ന് എനിക്കറിയില്ല. ചിലപ്പോൾ എൻ്റെ സ്കിന്നിനേക്കാളും നന്നായിട്ട് കളർ കിട്ടുന്ന വേറെ സ്കിന്നുണ്ടാവും. അപ്പോൾ അതെല്ലാം ഓരോരുത്തരുടെ സ്കിന്ന് ഡിപ്പെൻഡ് ചെയ്തിരിക്കും. പക്ഷേ ഞാനൊരു ഉറപ്പ് തരാം, നിങ്ങളിത് കൺസിസ്റ്റൻസി കീപ്പ് ചെയ്ത് ചെയ്യാന്നാണെങ്കിൽ നിങ്ങളെ മുഖത്ത് നല്ലൊരു നിറം വെക്കാൻ സഹായിക്കുന്ന ഒരു ഫേസ് പാക്കാണിത്. അപ്പോൾ ഇത് ട്രൈ ചെയ്തിട്ട് റിസൾട്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റിൽ വന്ന് അറിയിക്കണം. ഇതുപോലെയുള്ള യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് ഞാൻ ഒരുപാട് ചാനലിൽ ഇട്ടിട്ടുണ്ട്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ അതൊന്ന് കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.